ഇതാ വീട് താക്കോല്. ആളും മനുഷ്യരും സ്ഥലത്തുണ്ടായി എനിക്ക് മനസ്സിനൊരു സമാധാനം. സാധനങ്ങളൊക്കെയാ ഇനി പോയി കൊണ്ടുവരണം. സ്ഥലമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടാവാന്ന് കരുതി. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുമ്പ് താമസിച്ചിരുന്നവര് മുഴുവൻ സാധനങ്ങൾ കൊണ്ടുപോയില്ല. എന്താ മുടി ഇങ്ങനെ? അതെ, മേരിക്ക് ടൈഫോയിഡ് എന്നൊരു സൂക്കേട് വന്നു. ടൈഫോയിഡേ എന്നും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് രോഗ. കഷ്ടകാലം എല്ലാവർക്കും. ഈ വയസ്സിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം സഹിച്ചു. ഒരു കൊച്ചുള്ളൂ. അതെ, മലയോരത്തിൽ കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാന്ന് ഇവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇപ്പോഴേ ഉള്ളതൊക്കെ വിറ്റ് വെറുക്കാനത്തുള്ളൂ. പൊന്നു വിളയുന്ന മണ്ണ. ഇപ്പോ സ്ഥലത്തിനൊക്കെ വില കൂടി. ഞങ്ങള് വരുന്ന കാലത്തെ കാട്ടാലും മേഞ്ഞു നടന്നിരുന്ന സ്ഥലമായി. വേണ്ടത് എടുത്തോളാൻ പറഞ്ഞു പോലൊക്കെ തമ്പറി. കാട് വെട്ടി ആളുകൾക്ക് വഴി നടക്കാറായിപ്പോ പാവം എന്റെ അധിയാൻ വീണുപോയി. അപ്പോ ചേട്ടത്തിക്ക് മക്കളാരുണ്ട്? ഉണ്ടായിരുന്നു മോളെ. ഒന്നിനോളം പോന്ന രണ്ടാമക്കളുണ്ടായി. ഒക്കേത്തിന് കർത്താവ് അങ്ങ് തിരിച്ചു പിടിച്ചു. ഇനിയിപ്പോ ഞാൻ മാത്രം ബാക്കി. അഡ്വാൻസാ? എന്റെ ഗതികേടോണ്ടാ ഞാനിത് വാങ്ങുന്നത്. മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചു. ഞാൻ അപ്പുറത്തുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി നല്ലൊരു കുടുംബാണെന്ന്.
മക്കളെ മോളെ. ടൗണിൽ വെച്ച അപ്പനെ കണ്ടത്. വിവരമൊന്നും അറിയാഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കായിരുന്നു അത്രേ. ഞാൻ വിളിച്ചപ്പോ വരാനൊരു മടി. ഇവിടെ സുഖമാണോ മോളെ? ഉപദ്രവമൊന്നുമില്ല. പിന്നെ ഇവിടെ ആയതുകൊണ്ട് മനസമാധാനമെങ്കിലും ഉണ്ട്. നേരം വൈകിയപ്പോ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്തു പറ്റി? ടൗണിൽ വെച്ച ഒരാളെ പരിചയപ്പെട്ടു. അയാൾ തൽക്കാലത്തേക്ക് ഒരു ജോലി ശരിയാക്കി. നാടക കമ്പനിയില്ല. നാടകത്തിന് പിന്നണിയിൽ വയലും വായിക്കണം. ഇപ്പൊ കളി ആരംഭിക്കുന്ന സീസണാണല്ലോ. നാളത്തെ കഴിഞ്ഞ് റിഹേഴ്സലെല്ലാം പറഞ്ഞു. പ്രാക്ടീസിന് വേണ്ടി അവരെന്ന വയലിനായത്. ഏതായാലും അറിയാവുന്ന തൊഴിൽ തന്നെ കിട്ടിയല്ലോ. വലിയ ഭാഗ്യായി. എടോ മാഷേ, താൻ പറഞ്ഞ പി കിട്ടിയില്ല. പക്ഷെ അതിനേക്കാളും ജോറൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുറക്കാം. അപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട മോളെ, വരുന്ന വഴി ഞാനും ലൂയിസും കാപ്പി കുടിച്ചു. എനിക്ക് ഊണ് കഴിക്കാം. നേരമല്ലോ. ദേ കുളിക്കുന്നുണ്ടോ? പിന്നെ അപ്പച്ചനോ? ഓ, കുളിക്കാം. പച്ചവെള്ളത്തിൽ കുളിക്കണ്ട. ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ പിന്നെ പുഴവെള്ളത്തിൽ കുളിച്ച് ശീലമായി പോയി. മേരി അപ്പനെ കുറിച്ച് വെള്ളം. ആ. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ. ശബ്ദം ഉണ്ടാക്കല്ലേ മാഷേ. എന്താ കൂട്ടാ ഇത്? കളിത മാഷ് കുറെ കൂടുണ്ട് കേട്ടോ. തനിക്ക് പറഞ്ഞനുസരിച്ച് എന്താ? പറഞ്ഞനുസരിച്ച് എന്താന്ന് എന്താ ചുട്ട പടയാൻ വെച്ചരും. ഓ വെണ്ണക്കട്ടി. അപ്പോഴേക്കും കരയാൻ തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ തമാശക്ക്. എടാ കള്ളാ, മാഷുമാരുടെ പിണക്കൊക്കെ തീർന്നോ? നമ്മളൊന്നും പിണങ്ങി കൂട്ടാ. ഏയ്, അമ്മയ്ക്ക് തോന്നിയതാവും. അതായത് ശരിയെന്ന്. മാഷേ, ഞാൻ പോട്ടെ. ഞാനും വരുന്ന ലൂയിസ്. അപ്പനെങ്ങോട്ടാ? അപ്പം പിന്നെ വരാം. ഞങ്ങളോട് കഴിയാൻ അപ്പോഴും പേടി. അതല്ല, ഇവിടെ വന്നപ്പോ എന്റെ മോള് തന്റെ ഉള്ള ഒരാളിന്റെ തണലാണെന്ന് കണ്ടപ്പോ സമാധാനം തോന്നി. ഞാൻ ഇനിയും വരും. വേളാങ്കണ്ണി പോയി കുറച്ച് ദിവസം വ്രതം ഇരിക്കണം. തിരുശേഷിപ്പിന്റെ തിരുനാളിന് ഗോവയിലും പോണോന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പൊ ഞാനും ഉണ്ട്.
ഇനി വരുമ്പോ അപ്പൂപ്പൻ മോനെ കൊണ്ടുപോയിക്കോളാം. തീർത്ഥയാത്ര മടുത്തു തോന്നുമ്പോ അപ്പൻ ഇങ്ങോട്ട് വരാം. ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം. അപ്പൂപ്പനൊരു ഉമ്മതാ മോനെ. അന്ന പക്ഷെ നമുക്കില്ലേ? ഞാൻ പിടിക്കോ? ആ. വരട്ടെ മോനെ. അതെ. ശരി. കുട്ടൻ അപ്പൻ്റെ കൂടെ വരണോ? ഇല്ല. അപ്പൊ പപ്പടോടെ വാങ്ങിച്ചു തരാം. വേണ്ട. കപ്പലണ്ടി കൂടെ വാങ്ങിച്ചു തരാം. വേണ്ടന്നേ. പെപ്പർ മുട്ടായി വാങ്ങിച്ചു തരാം. വേണ്ട. ഇന്ന് കൊഞ്ചാലും എടുത്തോണ്ട് വാടാ പിടിക്കേ. മാഷേ, നമ്മുടെ കുട്ടൻ കുട്ടൻ എന്ത് പറ്റി? ആ മനുഷ്യൻ അയാള് പിടിച്ചോണ്ട് പോയി. ആരെ? ലാസറ? എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല. അയാളുടെ വീട്ടിലേക്കാവും. ഏതായാലും നേരം എടുക്കട്ടെ. എന്റെ മോൻ എന്നെ പിരിഞ്ഞ് ഇതുവരെ ഒരു രാത്രി പോലും നിന്നിട്ടില്ല. അവനിപ്പോ ധൈര്യമായിട്ട്. കുട്ടൻ ഒരു ആപത്തും വരില്ല. എന്തൊക്കെയായാലും അവന്റെ അപ്പനല്ലേ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൻ കണ്ണു ചോരില്ലാത്ത വർഗം എന്ത് ചെയ്യാനും മടിക്കില്ല. നോക്ക് മേരി, കുട്ടനില്ലാതെ എനിക്കും കഴിയാൻ പറ്റില്ല. അവനിപ്പോ എന്റെ മോനല്ലേ.